വെൽക്കം ടു Biolectures മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്ന ഓർഗൻസ്. ഫസ്റ്റ്, ടെസ്റ്റിസ്. ഇവിടെയാണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ്, എ സിസ്റ്റം ഓഫ് ഡക്ട്സ് ലൈക്ക് എപ്പിഡിഡൈമിസ്, ഡക്ടസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്ട്സ്, ducts of testis, spermatic cord and urethra. സ്പേമിൻ്റെ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഡക്ട്സ് ആണ് ഇവ. നെക്സ്റ്റ്, അക്സസറി സെക്സ് ഗ്ലാൻസ്. സെമൻ്റെ ലിക്വിഡ് പോർഷൻ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് ആണ് ഇവ. ലൈക്ക് സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ്, ബൾബോയുറീത്രൽ ഗ്ലാൻസ്. ആൻഡ് ലാസ്റ്റ്, supporting structures like scrotum, penis. So, these are the organs in male reproductive system. First, sperm production വേണ്ടിയുള്ള testis. Next, spermന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഗ്രൂപ്പ് ഓഫ് ഡക്ട്സ്. ആൻഡ് നെക്സ്റ്റ്, സെമൻ്റെ ലിക്വിഡ് പോർഷൻ സെക്രീറ്റ് ചെയ്യുന്ന സെക്സ് ഗ്ലാൻസ്. ആൻഡ് ലാസ്റ്റ്, സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ്. This is the diagrammatic representation of male reproductive system. ഇവിടെ ഓരോ ഓർഗൻസും വളരെ കൃത്യമായി കാണാൻ കഴിയും. സോ നമുക്ക് ഓരോ ഓർഗൻസ് കൂടുതൽ ഡീറ്റെയിൽ ആയി നോക്കാം. First, scrotum. Scrotum is the supporting structure for testis. ടെസ്റ്റിസിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് സ്ക്രോട്ടം. ദിസ് ഇസ് സ്ക്രോട്ടം. നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചറിനേക്കാളും എപ്പോഴും 2 to 3 ഡിഗ്രി സെൽഷ്യസ് ബിലോ ആയിരിക്കും സ്ക്രോട്ടത്തിലെ ടെമ്പറേച്ചർ ഫോർ സ്പേം പ്രൊഡക്ഷൻ. ആ ഒരു സ്പേം പ്രൊഡക്ഷന് വേണ്ടി എപ്പോഴും 2 to 3 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറവായിട്ടാണ് സ്ക്രോട്ടത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി എക്സ്റ്റേണലി ദ സ്ക്രോട്ടംസ് ലുക്സ് ലൈക്ക് എ സിംഗിൾ പൗച്ച് ഓഫ് സ്കിൻ. എക്സ്റ്റേണലി ഈ ഒരു സ്ക്രോട്ടത്തിനെ നമുക്ക് 2 ലാറ്ററൽ പോർഷൻസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുള്ളതായി കാണാൻ കഴിയും ബൈ എ മീഡിയൻ റിഡ്ജ്. ആ ഒരു എക്സ്റ്റേണലി സെപ്പറേഷൻ ബൈ മീഡിയൻ റിഡ്ജ്, ഇറ്റ് ഈസ് നോൺ ആസ് റാഫെ. ദാറ്റ് ഈസ് മീഡിയൻ റിഡ്ജ് ദാറ്റ് സെപ്പറേറ്റ്സ് ദ സ്ക്രോട്ടം. അതിനെയാണ് റാഫെ എന്ന് വിളിക്കുന്നത്. ഇനി ഇന്റേണലി സ്ക്രോട്ടത്തിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു 2 സാക്സ്, ഈച്ച് കണ്ടെയ്നിങ് എ സിംഗിൾ ടെസ്റ്റിസ്. ഇന്റേണലി ആ ഒരു ഡിവിഷനെ പറഞ്ഞതാണ് സ്ക്രോട്ടൽ സെപ്റ്റം. ഓരോ സാക്കിലും ഓരോ ടെസ്റ്റിസ് ഉൾക്കൊള്ളുന്നു. സോ എക്സ്റ്റേണൽ ഡിവിഷൻ റാഫെ എന്നും ഇന്റേണൽ ഡിവിഷൻ സ്ക്രോട്ടൽ സെപ്റ്റം എന്നും വിളിക്കുന്നു. ഈ ഒരു സ്ക്രോട്ടൽ സെപ്റ്റം ഡാട്ടസ് മസിൽ എന്നു പേരുള്ള ഒരു മസിൽ ടിഷ്യൂ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സോ ഡാട്ടസ് മസിൽ. ദെൻ ഓരോ ടെസ്റ്റിസിനോടും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്മോൾ ബാൻഡ്സ് ഓഫ് സ്കെലിറ്റൽ മസിൽ കാണപ്പെടുന്നുണ്ട്. ഒരു സീരീസ് ഓഫ് സ്മോൾ ബാൻഡ്സ് ഓഫ് സ്കെലിറ്റൽ മസിൽ. ഇറ്റ് ഈസ് നോൺ ആസ് ക്രിമാസ്റ്റർ മസിൽ. ഓക്കെ, സോ ഡാട്ടസ് മസിൽ ആൻഡ് ക്രിമാസ്റ്റർ മസിൽസ്. ദാറ്റ് ഈസ് സ്ക്രോട്ടം. സോ റാഫെ, external separation or external division. Internal division, it is known as scrotal septum and it is made up of dartus muscle and cremaster muscle. Next, the important portion or important organ of male reproductive system, testis, otherwise known as testicles. Testis are paired ഓവർ ഗ്ലാൻസ് ഇൻ സ്ക്രോട്ടം. സ്ക്രോട്ടത്തിൽ കാണപ്പെടുന്ന പെയർഡ് ഓവർ ഗ്ലാൻസിനെയാണ് ടെസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് ടെസ്റ്റിസ്. ഇനി
ടെസ്റ്റിസിനെ പാർഷ്യലി കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു സെറസ് മെംബ്രെയിനെയാണ് ട്യൂണിക്ക വജൈനാലിസ് എന്ന് വിളിക്കുന്നത്. ട്യൂണിക്ക വജൈനാലിസ്. നെക്സ്റ്റ്, ഈ ട്യൂണിക്ക വജൈനാലിസിനെ ഇന്റേണൽ ആയിക്കൊണ്ട് ടെസ്റ്റിസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു വൈറ്റ് ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ട്. അതിനെയാണ് ട്യൂണിക്ക ആൽബുചീനിയ എന്ന് വിളിക്കുന്നത്. സോ പാർഷ്യലി കവർ ചെയ്യുന്ന സെറസ് മെംബ്രെയിൻ ട്യൂണിക്ക വജൈനാലിസും അതിനുള്ളിലോട്ടായി ടെസ്റ്റിസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു വൈറ്റ് ഫൈബ്രസ് ക്യാപ്സ്യൂൾ, അതിനെ ട്യൂണിക്ക ആൽബുചീനിയ എന്നും വിളിക്കുന്നു. ഇനി ഈ ട്യൂണിക്ക ആൽബുചീനിയ ഉള്ളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തായി കാണാൻ കഴിയും. ആൻഡ് ഫോമിങ് എ സെപ്റ്റ that divides the testis into a series of internal compartments. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ട്യൂണിക്ക ആൽബുചീനിയ കുറേ സെപ്റ്റകളായി മാറിയിട്ടുണ്ട്. അവ ടെസ്റ്റിസിനെ ഒരു സീരീസ് ഓഫ് ഇന്റേണൽ കമ്പാർട്ട്മെന്റ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്പാർട്ട്മെന്റിനെയാണ് നാം ലോബ്യൂൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു ലോബ്യൂളിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ടൈറ്റ്ലി കോയിൽഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ടൈറ്റ്ലി കോയിൽഡ് ട്യൂബ്യൂൾ, അതിനെയാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് വിളിക്കുന്നത്. സോ ലോബ്യൂളിൽ കാണപ്പെടുന്ന ടൈറ്റ്ലി കോയിൽഡ് സ്ട്രക്ചേഴ്സ് ആണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. അവിടെയാണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്. സോ ദാറ്റ് ഇസ് ടെസ്റ്റിസ്. ഫസ്റ്റ്, ട്യൂണിക്ക വജൈനാലിസ് partial cover and Tunica albuginea. It is white fibrous capsule. Next, testicular lobule and seminiferous tubule. ഇനി സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ പ്രധാനമായും 2 ടൈപ്പ് സെൽസ് ആണ് കാണപ്പെടുന്നത്. ഫസ്റ്റ്, സ്പെർമാറ്റോജെനിക് സെൽസ്. സെക്കൻഡ്, സസ്റ്റെന്റാക്കുലാർ സെൽസ് ഓർ സെർട്ടോളി സെൽസ്. സ്പെർമാറ്റോജെനിക് സെൽസ്, as the name implies, they are sperm forming cells. സ്പേം പ്രൊഡക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷന് വേണ്ടിയുള്ള സെൽസ് ആണ് സ്പെർമാറ്റോജെനിക് സെൽസ്. നെക്സ്റ്റ്, സെർട്ടോളി സെൽസ് ഓർ സസ്റ്റെന്റാക്കുലാർ സെൽസ്. ഈ ഒരു സ്പെർമാറ്റോജെനിസിസ്, ദാറ്റ് ഇസ് സ്പേം ഫോർമേഷൻ, അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന സെൽസിനെയാണ് സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത്. സ്പെർമാറ്റോജെനിസിന് വേണ്ടിയുള്ള സെൽസ് സ്പെർമാറ്റോജെനിക് സെൽസും അതിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയുള്ള സെൽസ് ആണ് സെർട്ടോളി സെൽസ്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയിലായി കാണപ്പെടുന്ന സ്പേസിൽ, ദാറ്റ് ഇസ് അഡ്ജസൻറ്റ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന സ്പേസിൽ ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് ഇൻറ്റസ്റ്റീഷ്യൽ സെൽസ് എന്ന് വിളിക്കുന്നത്, ഓർ ലെയ്ഡിക് സെൽസ്. ഈ സെൽസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഇൻറ്റസ്റ്റീഷ്യൽ സെൽസ് ഓർ ലെയ്ഡിക് സെൽസ്. സോ ദാറ്റ് ഇസ് ടെസ്റ്റിസ്. നെക്സ്റ്റ്, reproductive system ducts in males. They store and transport sperm cells. First, ducts of testis. ഇതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡക്ട്സ് കാണപ്പെടുന്നുണ്ട്. സസ്റ്റെന്റാക്കുലാർ സെൽസ് ഓർ സെർട്ടോളി സെൽസ് ഒരു ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്ലൂയിഡാണ് നമ്മുടെ സ്പേമിനെ പുഷ് ചെയ്യുന്നത്. അതർവൈസ് ഈ ഒരു ഫ്ലൂയിഡ് ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രഷർ കാരണമാണ് ഫ്ലൂയിഡ് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും പുറത്തോട്ടായി സെക്രീറ്റ് ചെയ്യുന്നത് ഓർ പുഷ് ചെയ്യുന്നത്. ആദ്യം സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും ഒരു വെരി ഷോർട്ട് ഡക്സിലോട്ടാണ് കടക്കുന്നത്. അതിനെയാണ് സ്ട്രെയിറ്റ് ട്യൂബ്യൂൾ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിലാണ് എന്ന് നാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവിടെ നിന്നും അടുത്തത് ഒരു സീരീസ് ഓഫ് ഷോർട്ട് ഡക്സിലോട്ട് കടക്കുന്നു. അതിനെയാണ് സ്ട്രെയിറ്റ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. സ്ട്രെയിറ്റ് ട്യൂബ്യൂൾ. ഓക്കെ, ഇനി നിങ്ങൾക്കിവിടെ സ്ട്രെയിറ്റ് ട്യൂബ്യൂൾ കാണാൻ കഴിയും. സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും പുറത്തോട്ട് നിൽക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഡക്സിനെയാണ് സ്ട്രെയിറ്റ് ട്യൂബ്യൂൾ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ്,
സ്ട്രെയിറ്റ് ട്യൂബ്യൂൾസ് നേരിട്ട് ഒരു നെറ്റ്വർക്ക് ഓഫ് ഡക്സിലോട്ട് കണക്ട് ചെയ്തതായി കാണാൻ കഴിയും. അതിനെയാണ് റീറ്റേ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. സോ സ്പേമിന് മൂവ് ചെയ്യുന്നതിന് വേണ്ടി സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ആദ്യം സ്ട്രെയിറ്റ് ട്യൂബ്യൂൾസിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ നിന്നും റീറ്റേ ടെസ്റ്റിസിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സോ സ്പേമിന് റീറ്റേ ടെസ്റ്റിസിൽ എത്താൻ കഴിയുന്നു. ഇനി റീറ്റേ ടെസ്റ്റിസിൽ നിന്നും തുടർന്നുള്ള ഡക്സ് ആണ് എഫ്രൻ ഡക്സ് എന്ന് വിളിക്കുന്നത്. ഹിയർ എഫ്രൻ ഡക്സ്. ഇവ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. സീരീസ് ഓഫ് കോയിൽഡ് ഡക്സ് ആർ എഫ്രൻ ഡക്സ്. നെക്സ്റ്റ്, എഫ്രൻ ഡക്സിൽ നിന്നും അവ ഒരു സിംഗിൾ ട്യൂബിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് നോൺ ആസ് ഡക്ടസ് എപ്പിഡിഡൈമിസ്. ഹിയർ ഡക്ടസ് എപ്പിഡിഡൈമിസ്. So that is ducts of testis. So first seminiferous tubule നിന്നും ആദ്യം എത്തുന്ന ഡക്സിനെ സ്ട്രെയിറ്റ് ട്യൂബ്യൂൾ എന്ന് പറയുന്നു. സ്ട്രെയിറ്റ് ട്യൂബ്യൂളിൽ നിന്നും റീറ്റ ടെസ്റ്റിസിലോട്ടും അവിടെ നിന്ന് എഫ്രൻ ഡക്സിലോട്ടും എത്തുന്നു. അവിടെ നിന്നാണ് ഡക്ടസ് എപ്പിഡിഡൈമിസിലോട്ട് കടക്കുന്നത്. ഇനി എപ്പിഡിഡൈമിസ് എന്താണെന്ന് നോക്കാം. Epididymis is a comma-shaped organ. ഓരോ എപ്പിഡിഡൈമിസിലും ഒരുപാട് ടൈറ്റ്ലി കോയിഡ് സ്ട്രക്ചേഴ്സ് കാണാൻ കഴിയും. അവയാണ് ഡക്ടസ് എപ്പിഡിഡൈമിസ്. നാം ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുണ്ട് ഡക്ടസ് എപ്പിഡിഡൈമിസ്. എന്താണ് ഇവയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. സ്പേമിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നത് ഈ ഒരു ഡക്റ്റിൽ വെച്ചിട്ടായിരിക്കും. ദാറ്റ് ഈസ് ഡക്ടസ് എപ്പിഡിഡൈമിസ് ഓർ എപ്പിഡിഡൈമിസിൽ വെച്ചാണ് സ്പേമിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നത്. മാത്രമല്ല സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നതും ഇവയുടെ ഒരു ഫങ്ഷനാണ്. ദെൻ സെക്ഷൽ അറൗസൽ നടക്കുന്ന ടൈമിൽ സ്പേമിനെ ഡക്ടസ് ഡിഫറൻസിലോട്ട് പ്രൊപ്പൽ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഡക്റ്റ് സഹായിക്കുന്നു. യുറീത്ര വഴി എക്സ്പെൽ ചെയ്യുന്നതിന് മുമ്പായി നടക്കുന്ന സ്റ്റെപ്സ് ആണ് ഇതൊക്കെ. സോ സ്പേമിനെ ഡക്ടസ് ഡിഫറൻസ് ഓർ വാസ് ഡിഫറൻസിലോട്ട് പ്രൊപ്പൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ എപ്പിഡിഡൈമിസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ എപ്പിഡിഡൈമിസിൽ നിന്നും അവ നേരിട്ട് ഡക്ടസ് ഡിഫറൻസിലോട്ടാണ് എത്തുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫങ്ഷൻ. എപ്പിഡിഡൈമിസ് കൺസിസ്റ്റ് ഓഫ് tightly coiled structures. They are known as ductus epididymis. Function: sperm maturation, storing the sperm and propel the sperm into ductus deferens during sexual arousal. Next, ductus deferens. ഈ ഒരു ഡക്ടസ് എപ്പിഡിഡൈമിസ് ആദ്യം ഹൈലി കോയിൽഡ് ആയിരിക്കും. പിന്നീട് എപ്പിഡിഡൈമിസിൻ്റെ താഴ്ഭാഗത്തോട്ട് എത്തുന്നതോടുകൂടി അവ ലെസ് കൺവല്യൂട്ടഡ് ഓർ ലെസ് കോയിൽഡായി മാറുന്നു. ആൻഡ് അവയുടെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നു. ആ ഒരു പോയിന്റ് തൊട്ട് ആണ് നമ്മൾ ഈ ഒരു ഡക്റ്റിനെ ഡക്ടസ് ഡിഫറൻസ് എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ അതിനെ ഡക്ടസ് എപ്പിഡിഡൈമിസ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് ദേ ആർ ഹൈലി കോയിഡ് സ്ട്രക്ചേഴ്സ്. പിന്നീട് എപ്പിഡിഡൈമിസിൻ്റെ ടെയിൽ പോർഷനിൽ എത്തുന്നതോടുകൂടി അവ ഒരു ലെസ് കൺവല്യൂട്ടഡ് ആയി ഒരു സ്ട്രക്ചറായി മാറുന്നു. അവയെ നമ്മൾ ഡക്ടസ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. ഡക്ടസ് ഡിഫറൻസ് ഓർ വാസ് ഡിഫറൻസ്. ഇറ്റ് ഈസ് ലെസ് കോയിൽഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അവയുടെ ഫങ്ഷൻസ് പ്രധാനമായും സ്റ്റോർ സ്പേമിനെ തന്നെയാണ് ഈ ഒരു ഡക്റ്റും ഉപയോഗിക്കുന്നത്. മാത്രമല്ല ടുവേർഡ് ദ യുറീത്ര നമ്മൾ ആ സ്പേമിനെ പ്രൊപ്പൽ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഡക്റ്റ് സഹായകരമാണ്. സെക്ഷൽ അറൗസൽ നടക്കുന്ന ടൈമിൽ സ്പേമിനെ യുറീത്രയിലോട്ട് പ്രൊപ്പൽ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഡക്റ്റ് സഹായിക്കുന്നു. എപ്പിഡിഡൈമിസിൽ നിന്നും ടുവേർഡ് ദ യുറീത്ര പ്രൊപ്പൽ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ducts. Next, ejaculatory ducts. Ejaculatory ducts, it is mainly used for ejaculation. As the name implies, they eject sperm and seminal vesicle secretions from urethra to
എക്സ്റ്റീരിയർ. സ്പെർമിനെ മാത്രമല്ല സെമിനൽ വെസിക്കിൾ സെക്രീഷൻസിനെയും യുറീത്രയിൽ നിന്നും പുറത്തോട്ട് ഇജക്റ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു ഡക്ട്സ് ഉപയോഗിക്കുന്നത്. ഇജാക്കുലേറ്ററി ഡക്ട്സ്. എന്താണ് സെമിനൽ വെസിക്കിൾസ് എന്ന് നമുക്ക് പിന്നീട് നോക്കാം. സോ ഡക്റ്റസ് ഡിഫറൻസും സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഡക്ട്സും കൂടിച്ചേർന്നുകൊണ്ട് ഒരു യൂണിയനായാണ് ഈ ഒരു ഇജാക്കുലേറ്ററി ഡക്ട്സ് ഫോം ചെയ്യുന്നത്. സെമിനൽ വെസിക്കിളും അതുപോലെ ഡക്റ്റസ് ഡിഫറൻസ് ഓർ വാസ് ഡിഫറൻസും നിങ്ങൾക്കിവിടെ കാണാം. സെമിനൽ വെസിക്കിളും അതുപോലെ ഡക്റ്റസ് ഡിഫറൻസും കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഇജാക്കുലേറ്ററി ഡക്ട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ejaculatory ducts. They eject sperm and seminal vesicle secretions just before the release of semen from urethra to exterior. Next, urethra. എന്തുകൊണ്ട് യുറീത്ര ഈ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വന്നു എന്ന് ആശങ്കപ്പെടേണ്ട. ബിക്കോസ് ഇൻ മെയിൽസ് യുറീത്ര ഈസ് ദ ഷെയർഡ് ടെർമിനൽ ഡക്റ്റ് ഓഫ് ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് യൂറിനറി സിസ്റ്റം. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയും യൂറിനറി സിസ്റ്റത്തിൻ്റെയും ഒരു ഷെയർഡ് ടെർമിനൽ ഡക്റ്റാണ് ഈ ഒരു യുറീത്ര. ഇറ്റ് സെർവ് ആസ് ദ പാസേജ് വേ ഫോർ ബോത്ത് സെമൻ ആൻഡ് യൂറിൻ. സെമനും യൂറിൻ്റെയും പാസേജ് വേ ആയിക്കൊണ്ടാണ് ഈ ഒരു യുറീത്ര സെർവ് ചെയ്യുന്നത്. ഇവിടെ അത് ക്ലിയർ ആയി കാണാം. ദിസ് ഈസ് യൂറിനറി ബ്ലാഡർ. സോ യൂറിനറി ബ്ലാഡറിൽ നിന്നും യുറീറ്റേഴ്സും അതുപോലെ ഇജാക്കുലേറ്ററി ഡക്റ്റ് കൂടിച്ചേർന്ന് അവ പിന്നീട് ഒരുമിച്ചാണ് ഈ ഒരു ഡക്റ്റ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ യൂറീത്രൽ ഒറിഫൈസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഈ ഒരു യൂണിയനും കാണാൻ കഴിയുന്നു. സോ ഇജാക്കുലേറ്ററി ഡക്റ്റ് കാണാം. പ്രോസ്റ്റാറ്റിക് യുറീത്ര, ഇന്റർമീഡിയറ്റ് യുറീത്ര ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ഡക്ട്സ്. ഡക്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ്, accessory sex glands secrete most of the liquid portion of semen. സെമൻ്റെ മോസ്റ്റ് ഓഫ് ദ ലിക്വിഡ് പോർഷൻസും സെക്രീറ്റ് ചെയ്യുന്ന ഓർഗൻസ് ആണ് ഈ ഒരു accessory sex glands. ഫസ്റ്റ്, seminal vesicles. The paired seminal vesicles or seminal glands are convoluted pouch-like structure. It is convoluted structures, seminal vesicles. This is seminal vesicle duct. Seminal vesicles കാണാൻ കഴിയുന്നുണ്ട്. This is seminal vesicle. Okay. ഇനി എന്താണ് സെമിനൽ വെസിക്കിൾസിൻ്റെ ഫങ്ഷൻ? സെമിനൽ വെസിക്കിൾസ് സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡാണ് സെമൻ്റെ 60% ഉൾക്കൊള്ളുന്നത്. ദാറ്റ് ഈസ് 60% ഓഫ് ദ വോള്യൂം ഓഫ് സെമൻ എന്ന് പറയുന്നത് ഈ ഒരു സെമിനൽ വെസിക്കിൾസ് സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആയിരിക്കും. സെമിനൽ വെസിക്കിൾസ്. ഓക്കെ, സോ നെക്സ്റ്റ്, പ്രോസ്റ്റേറ്റ്. നെക്സ്റ്റ് ഗ്ലാൻഡ് ആണ് പ്രോസ്റ്റേറ്റ്. Prostate is a single donut-shaped gland, but seminal vesicles are paired. So, prostate. This is prostate. ഇനി എന്താണ് പ്രോസ്റ്റേറ്റിൻ്റെ ഫങ്ഷൻ? പ്രോസ്റ്റാറ്റിക് സെക്രീഷൻസ് ആണ് സെമൻ്റെ 25% ഉൾക്കൊള്ളുന്നത്. 60% സെമിനൽ വെസിക്കിൾസിൻ്റെ സെക്രീഷൻസ് ആയിരിക്കും. പ്രോസ്റ്റാറ്റിക് സെക്രീഷൻസ് ആണ് 25% വരുന്നത്. ആൻഡ് ദേ കോൺട്രിബ്യൂട്ട് ടു സ്പേം മോട്ടിലിറ്റി ആൻഡ് വയബിലിറ്റി. മോട്ടിലിറ്റി മീൻസ് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓർ എബിലിറ്റി. സോ ദാറ്റ് ഇസ് പ്രോസ്റ്റേറ്റ്.
നെക്സ്റ്റ് ബൾബോ യുറീത്രൽ ഗ്ലാൻസ്. ബൾബോ യുറീത്രൽ ഗ്ലാൻസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പേം യുറീത്രയിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് യൂറിനിൽ നിന്നുള്ള ആസിഡ്സ് സ്പേമിൻ്റെ പ്രൊട്ടക്ഷനെ ബാധിക്കുന്നുണ്ട്. ആസിഡ് സ്പേമിനെ ഹാംഫുള്ളായി ബാധിക്കും. അതുകൊണ്ട് ഈ ഒരു ബൾബോ യുറീത്രൽ ഗ്ലാൻസ് ഒരു ആൽക്കലൈൻ ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഈ ഒരു ആൽക്കലൈൻ ഫ്ലൂയിഡ് യൂറിനിലെ ആസിഡ്സിനെ ന്യൂട്രലൈസ് ചെയ്യുകയും അങ്ങനെ സ്പേമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു വെൻ ദേ പാസ് ത്രൂ യുറീത്ര. അതാണ് ബൾബോ യുറീത്രൽ ഗ്ലാൻസിൻ്റെ ഫങ്ഷൻസ്. ഹിയർ ബൾബോ യുറീത്രൽ ഗ്ലാൻസ് you can see here. It is otherwise known as Cowper's glands. So that is the accessory sex glands, bulbourethral glands and prostate and last seminal vesicles. 3 glands ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ്. സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സായി നമ്മൾ 2 ഓർഗൻസിനെയാണ് പറഞ്ഞത്, സ്ക്രോട്ടവും പെനിസും. സ്ക്രോട്ടം നാം ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് പെനിസ്. പെനിസ് കണ്ടെയ്ൻസ് ദ യുറീത്ര ആൻഡ് ഇസ് എ പാസേജ് വേ ഫോർ ഇജാക്കുലേഷൻ ഓഫ് സെമൻ ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് യൂറിൻ. സെമൻ്റെയും യൂറിൻ്റെയും യൂറിൻ്റെ എക്സ്ക്രീഷനും സെമൻ്റെ ഇജാക്കുലേഷനും വേണ്ടിയിട്ടുള്ള ഒരു പാസേജ് വേ ആയിക്കൊണ്ടാണ് ഈ ഒരു പെനിസ് സെർവ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ദി യുറീത്ര. സോ ദാറ്റ് ഈസ് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ്. ഇതോടുകൂടി നമ്മുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ എല്ലാ ഓർഗൻസും നമ്മൾ ഏറെക്കുറെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ എന്താണെന്നൊന്ന് ചുരുക്കി പറയാം. ആദ്യം നമ്മൾ സ്ക്രോട്ടത്തെക്കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തത്. സ്ക്രോട്ടമായിരുന്നു ടെസ്റ്റിസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അത് പറഞ്ഞു. നെക്സ്റ്റ് ടെസ്റ്റിസ്, സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഓർഗനാണ് ടെസ്റ്റിസ്. ഇനി ആ ഒരു സ്പേമിനെ മൂവ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ഡക്സിനെ കുറിച്ച് പറഞ്ഞു. ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ തന്നെ കാണപ്പെടുന്ന റീറ്റ ടെസ്റ്റിസ് പോലെ ഒരുപാട് ഡക്സ് ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എപ്പിഡൈമിസും പിന്നീട് ഡക്റ്റസ് ഡിഫറൻസ് ഓർ വാസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇജാക്കുലേറ്ററി ഡക്സും അതുപോലെ യുറീത്രയും ഡിസ്കസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് സെമൻ്റെ സ്പേം കൂടാതെ ബാക്കിയുള്ള ലിക്വിഡ് പോർഷൻസിനെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു 3 ഗ്ലാൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ്, അതുപോലെ ബൾബോ യുറീത്രൽ ഗ്ലാൻസ്. ആൻഡ് ലാസ്റ്റ് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആയിട്ടുള്ള പെനിസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.